ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇന്ന് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളിയാഴ്ച നേരുന്നു ഗൈസ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പള്ളിയിലൊക്കെ പോയി പിന്നെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇതാക്കണ ഫുഡ് ഇന്ന് പുറത്തു നിന്നാട്ടോ കഴിച്ചു. എങ്ങനെ ഉണ്ടായി ഫുഡ് ബോസ്? അടിപൊളി ബിരിയാണി. ബിരിയാണി മറ്റേ ഇതൊക്കെ അല്ലേ ചീരാമുളകൊക്കെ കഴിച്ചില്ലേ ഈ ഉള്ളത്? എല്ലാ ചീരാമുളക് ഇവന് എനിക്ക് എന്ത് ഇഷ്ടാ ചീരാമുളക്. ആണോ? ഹെൽത്തിയാ? ആയിക്കോട്ടെ, കമന്റ് പറയട്ടോ. ചീരാമുളക് അധികം കഴിക്കുന്നത് നല്ലതാണ് ഒരു ആവശ്യത്തിന്. ഓക്കെ അത് അതിനെ കുറിച്ച് വലിയ അറിവ് എനിക്കില്ല. അപ്പൊ ഏതായാലും അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാക്കുന്ന നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഗൈസ് എവിടെയും കറണ്ട് ഇല്ല കേട്ടോ. നമ്മുടെ കൊടുവള്ളി എവിടെയും കറണ്ട് ഇല്ല. വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഏതായാലും അവിടെ പോയി നോക്കാം. ഗൈസ് വീട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ആയുഷുവിന് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് പോകാന്ന് വിചാരിച്ചു. കാരണം ആയുഷുവിന് ഭയങ്കര ഇഷ്ടമാണ് അടബന്നില്ലേ ഗൈസ്? നിങ്ങൾക്കൊക്കെ അറിയോന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ നോക്കണ്ട. അടബന്നില്ലേ ആയുഷുവിന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇവിടുന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാം. ഓൾക്ക് അടവന്നൻ്റെ ഉള്ളിൽ നല്ല എന്തൊക്കെ ഉണ്ടാവില്ലേ, തേങ്ങ ശർക്കര ഉണ്ടാവുമോ? അന്ന് ഏതായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഏതായാലും അതൊന്ന് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകട്ടോ. ഹലോ, അടവൻ എത്രയായിരുന്നു? ഒന്നല്ലേ ഒറ്റ വന്നേര്. അടബന്നുണ്ട്, പിന്നെ അല്ലാത്ത ബന്നുണ്ട്, മധുര ബന്നുണ്ട്, എന്തൊക്കെ ബന്നുകളുണ്ട്. ഏതായിരിക്കല്ലോ മധുര അപ്പം? മധുര അപ്പം. ഓ മധുര ബന്നില്ലേ? ലഡു വെക്കാം. ലഡു ആണോ? ഓ വേണ്ട, മധുരം അത്ര ഒഴിവാക്കിയാലോ ബാസ്. ആ ശരിയാ. ബൈക്കല് മാരക ആടോ. ഓ എന്റെ മോനെ, ഞാനൊക്കെ വീണ എത്ര ആളുണ്ടാവില്ലേ ചിരിക്കാനിവിടെ. പക്ഷെ വീണാലും അങ്ങനെ ഒന്നും ആൾക്കാർ ചിരിക്കൊന്നുമില്ല. എന്താ ഞാൻ പോയിട്ടേ ചിരിക്കൂ, ഇപ്പൊ ചിരിക്കൂല. പിന്നെ മഴ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ എവിടൊക്കെ കാറ്റും മഴയും വെളിച്ചം ഒക്കെ കൂടി, അല്ല വെളിച്ചൊന്ന് എല്ലാം കൂടി ആയിട്ടാണ് ഇപ്പൊ കറണ്ട് ഇല്ലാത്ത. എവിടൊക്കെ മരമൊക്കെ വീണുങ്ങാണ്ട് ആർക്കോ സ്റ്റോറിയൊക്കെ ഇട്ടിക്കണ്. മരം വീണെടുക്കണതൊക്കെ നല്ല കാറ്റാണല്ലോ ഇപ്പൊ. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോളാണ്ടി മക്കളെ. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ ഉണ്ടാവും. അത് ഓർത്തോളാണ്ടി. അപ്പൊ ഏതായാലും നമ്മൾ ഇതാക്കുന്ന വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആരാത്? കറണ്ട് ഇല്ല കണ്ട ക്വിസ് 1765 തുറന്നില്ല. ആ കറണ്ട് ബില്ല് ആരാ? എന്നാ ആയിഷു വാ, ഡാഡ സാരം കൊണ്ടുപോയിക്കണേ. വാ വാ വാ, സാധനം കൊണ്ടുവന്നിക്കണേ ഡാഡ. കറണ്ട് ബില്ല് എപ്പോഴോ കോളിംഗ് ബെൽ അടിയിൽ കൊണ്ടുവന്ന കറണ്ട് വന്നിക്കണോ? ബില്ല് ഏതായാലും വന്നു. കറണ്ട് ഉണ്ടോ? കറണ്ട് ഇല്ലാണ്ട് എന്തിനാ ബില്ല് എന്നാ നോക്കണേ? അത്രയും കറണ്ട് കാറ്റും ഇവിടെ ഇൻവേർട്ടർ വെച്ചത് മുതലായി ഗൈസ്. കാരണം എന്ത് കാറ്റും മഴയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ കറണ്ട് പോകരുത്. ഞാൻ പമ്പേഴ്സ് ഉപ്പിക്കല്ല ഒരു കൊട കിട്ടിക്കണ എന്റെ അമ്മ. ഞാൻ 24 മണിക്കൂർ എനിക്ക് സാധനം വാങ്ങിക്കണേ. ഇത് ചൂടിക്കണ്ട ഉറങ്ങലോ. ഉപ്പച്ച് കൊടുത്താന്ന് പറഞ്ഞേ. വാ ആയിഷു സാധനം വാങ്ങിക്കണേ. വാ വാ എന്നാ ക്ഷമയെ ചായ എടുക്ക്. നോക്ക് നല്ല അറിയാം. മോക്ക് മോക്ക് ആയിഷു മോക്ക് മോക്ക്. ഫുഡ് കഴിച്ചേ ഞങ്ങള് ഇതൊക്കെ ഇനി ഒരു കത്തി കടത്തോ. ഒരു കത്തി കടത്തോ. ഐഷുവിന് കട്ട് ചെയ്ത് കൊടുക്കുക. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു ഐഷു. ഹാപ്പി ഡേ ടു ഹാപ്പി ഡേ. ചൂടാന്ന് വിചാരിക്കാം. ചൂടേ എന്റെ മോനെ. ഷെഫിക്ക് എല്ലാം ഇഷ്ടമാണ് നേന്ത്രപ്പഴം ചൂടുന്നത്. പക്ഷെ കണൽമല്ല കേട്ടോ, ഞാൻ ഗ്യാസുമ ചുട്ടേ നന്നാവോ? അതെങ്ങനെ? അതെ ഗ്യാസ് അതല്ല, അത് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായില്ലെങ്കിലൊക്കെ ഞാൻ അതെ പറഞ്ഞേക്കരാ. ഗ്യാസ് ചുട്ടേ വെറൈറ്റി ഗ്യാസ് ചുട്ട് നോക്കട്ടെ എന്താവുന്ന റബ്ബിനറിയാ. പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടോ? കരി ഉണ്ടോ? കണലല്ലോ ഒന്നൊരു രസം ഉണ്ടാകുക. കണലിൽ ചുടണം പായ, നല്ല ടേസ്റ്റാ അല്ലേ? ഓ ഞാൻ ഇങ്ങനെ ആയി പോവുക. ആവശ്യം ഉറങ്ങില്ല. ഇനി ഉറങ്ങി പോവുക. എണീച്ചാ ഞാന് അക്ഷീണ.
ഓൾ ഉറക്കാൻ നിന്നതിന്റെ ക്ഷീണ ഫസ്റ്റ് ഇനി എന്താ ഓടിക്കി ഇവിടെ എന്നാ കണല് സെറ്റ് ആക്കും എന്നാല് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാകും പണ്ട് ഉമ്മയൊക്കെ എനിക്ക് ആക്കി തരുമായിരുന്നു ഉമ്മ എന്താക്കും കണലിലൊക്കെ ഇതങ്ങോട്ട് പയടും എന്നിട്ട് അങ്ങോട്ട് വേവിച്ച് ഇങ്ങോട്ട് എടുക്കുമ്പോ എന്റെ അളിയ എത്രയോ കാലത്തിന്റെ മിസ്സിങ് ഫുഡ് പെട്ടത് അതൊക്കെ എനിക്ക് മിസ് ചെയ്യുന്ന ഫുഡ് ഏതാരാ ഓടിക്കാലോ എന്നാ കണൽ റെഡിയാക്കാം അല്ല കാര്യമൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഈ ഗ്യാസുമ്മ തന്നെ നിങ്ങൾക്ക് ചുട്ടുതരാം ഗ്യാസുമ്മ ചുട്ടാ നന്നാവും ഓ സാധനം ഞാൻ റെഡിയാക്കി തരാം ഞാൻ കരിയൊക്കെ തപ്പി തരുന്നെടുത്താ ഇത് എന്തായാലും കൊളാവും എന്തായാലും കൊളാവും നടപടിയാകുമോ അവൻ ഞാൻ പറഞ്ഞു എന്താണ് സാധനം കേടിയൊരു ഞാൻ ഉപയോഗിച്ചു തരാം ഇതോ എന്തേക്കെ നീണ്ടപ്പോയ തിന്നാന് ഇനിയല്ലേ പറഞ്ഞേ ഞാനാട്ടെ പറഞ്ഞേ ഇനിയല്ലേ പറഞ്ഞത് ചുട്ടറാണ് പിന്നെ വളരെ പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ട സാധനം ഇഷ്ടാക്കി ചുട്ട് ഇത് ഇതിന്റെ ടേസ്റ്റ് അറിയൂല ഞാൻ കരി ഫ്ലേവർ അത് തന്നെ കരിന്റെ ആ ഫ്ലേവർ ഇട്ടാ നല്ല ടേസ്റ്റാ ഇത് അങ്ങോട്ട് ഏത് ഇത് നന്നാവുന്ന ഉറപ്പുണ്ടോ ഉറപ്പാ എന്നത് നോക്കാൻ ഞാൻ വേച്ചരങ്ങൾ രണ്ടാളൊന്ന് കൊലായി പോയിക്കോ ആയിക്കോട്ടെ എന്നാല് ശരി സാർ ആശുവിന് ഒരു കഷ്ണം മുറിച്ചാട്ടെ മോളെ ഇവിടെ കച്ചറ ഹാപ്പി ബർത്ത്ഡേ ടു മോളെ ഗ്യാസ് തീർക്കല്ലോ കേട്ടോ ഹാപ്പി ബർത്ത്ഡേ കുറ്റി ഇത് ചുട്ടിട്ട് പറയാ ഒരു സ്പെഞ്ച് കട്ട് ചെയ്തിട്ട് പോലും അത് പുകയിരുന്നിട്ട് ചെമ്മിയായി എന്താ നാക്ക് മറിച്ചോ തിരിച്ചോ കെട്ടിയോ എന്തെങ്കിലും നാക്ക് ഏട്ടെങ്കിലും വന്നിട്ട് ഇതൊക്കെ ഈ കത്തി കൊണ്ട് സ്പെഞ്ച് മുറിച്ചിട്ട് പോലും മുറിയില്ല ആവശ്യം അവിടെ കഴിക്കലൊടിക്കന് ചൈനക്കാരെ വീഡിയോയിലുണ്ടാവും അറിയേ ഈ കണലും അടുപ്പൊന്നും ഇല്ലാത്തവർക്ക് ഗ്യാസുമേൽ വെച്ചും പഴം ചൂടട്ടോ വിസണ്ടോ ഇത് കാണാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ കാണിച്ചു അടവൻ അടവൻ വേണ്ട ഇത് ആഴ്ച ഭയങ്കര ഇഷ്ട ആഴ്ച കഴിച്ചാ എന്നാ ഞാൻ ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന എന്നാ ഇനി അങ്ങനെ കളിക്കല്ല എന്നാ കഴിക്ക് ആടൊക്കെ കത്തിയാടൊക്കെ എന്നാ കഴിച്ചോ കഴിക്കും ഇത് കുറവാകുക അതാ അവിടെ ഇരുന്ന് കഴിച്ചോട്ടോ അവിടെ നിന്ന് കഴിച്ചോട്ടോ അങ്ങോട്ട് പോകണ്ടോ പശു നമ്മളെ പഴത്തിന് തീ പിടിച്ച് പഴം കത്തിക്കേട്ടാന്നാക്കി തോണ്ടായി ചെമ്മി എന്തെന്താകുക എന്തോ ഒലിക്കിന് പഴത്തുനിന്ന് ഇതാ അങ്ങോട്ടേക്ക് ഭയങ്കര വേദനായിട്ട് ഇവിടെ അങ്ങോട്ട് ഇതിന്റെ ഇടയിൽ കൂടെ കാക്കട്ടെ കൊത്തി അങ്ങോട്ട് ഗ്യാസിന്റെ അതിമ കൊളുത്തി പോയതാ അതാ ഞാൻ പറഞ്ഞേ കരിയിലാകുമ്പോ ബൈക്ക് അടിപൊളിയാകുക എന്തോ ഒരു വെറുപ്പിക്കലാണ് മക്കളോ ഞാൻ പറഞ്ഞില്ലേ കൊലായി പോയിരുന്നു മതിയോ ഇതോടെ വേണോ അനക്ക് വേണ്ട ഉമ്പാസിന് വേണ്ട എനിക്ക് അടവൻ കണ്ടപ്പോ പിള്ളേര് വേണ്ട എന്താവും നോക്കല്ലേ എന്താവും നോക്കുക എന്നാ ഇനി ചായ കൂടി കാച്ചിക്ക് ശേഷം മേന്നാല് അല്ലേ ഓ എന്തായി നമ്മുടെ പഴം പഴം എന്തായി മോളിസല്ലേ കരിഞ്ഞില്ല കരിയാനിയ ഭാഗ്യം ഇനി എങ്ങോട്ട് കറിയാനാ പഴം തീയിട്ട് കൊണ്ടുവരികയല്ലേ ഇപ്പൊ എന്താ അതൊക്കെ അത് ഓന്റെ വിഷമം പറയാ നമ്മള് വേണം അവനെ എന്താ മോട്ടിവേറ്റ് കൊടുത്തെങ്കിൽ കൊണ്ടുവരാന് ഇനിയിപ്പോ 93 വെളുപ്പിനാ ഇനിയൊന്നും മിണ്ടാടെന്താ മറ്റേ ഏതൊരു തള്ളെന്താന്ന് പറഞ്ഞേനു അതുകൊണ്ടായി പോകും ഞാനോ ഒന്ന് താങ്ങി കൊടുത്തതാ അല്ലേ ആശു തൊട്ടോക്ക് ചൂടുണ്ടോ മറ്റേ ഞാനാക്കി തരാം ആക്രാന്തം കാണിക്കല്ലേ ഇല്ല ആക്രാന്തം കാണിക്കില്ല അതല്ല തള്ള അതൊക്കെ പ്രശ്നമല്ല ആകെ പിടിക്കട്ടെ അങ്ങനത്തെ പേടിയൊന്നും പേടിണ്ടായിട്ട് എന്ത് മറ്റേ ഇങ്ങനല്ല ആക്കല് എന്ത് ഇങ്ങനല്ലേ എല്ലാത്തിനും നുള്ളണേ ഓളെ ഇങ്ങനെ പോലെ കാണാൻ നുള്ളിട്ടോ ആ ഞാൻ പറയൂ ഇതാ ചോത്തി ഉണ്ടോ അടക്ക് ഞാൻ നോക്കട്ടെ പിടി
ഇവിടെ വെള്ളം കണ്ടോ? വെള്ളം കണ്ട് ഓ കണ്ട് CBI വന്ന അന്വേഷിച്ചെടുത്ത് നുള്ളിയാ നുള്ളും. ഞാൻ ഇന്ന് രാവിലെ ചെപ്പിനോട് പറഞ്ഞ ATM വൈഫിന് വരുമാർക്ക് കൊടുത്തില്ല, പ്രശ്നമാണ്. എന്തേതാ? ഒരു പ്രശ്നമില്ല, അവർക്ക് കൊടുത്താലാ പ്രശ്നം. ATM ഒക്കെ കൊടുത്തില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള പ്രശ്നം. കൊടുത്താൽ നല്ലോണം വന്നിക്കുന്നു പഴം കണ്ടോ. ഈ ഇതാണിക്ക് വേണ്ടി. പക്ഷെ ഇത് കഴിച്ചു നോക്കട്ടെ, ആ കരിന്റെ ടേസ്റ്റ് വരുന്നുണ്ടോ നോക്കട്ടെ. ആഹാ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കി. നൊസ്റ്റാൾജിയ പറഞ്ഞു കുത്തിരിക്കും. വീണോ? കിട്ടി, രണ്ടെണ്ണായി. ബോസേ എനിക്ക് വെക്കൂ, ആവശ്യവും ക്ഷമിക്കൂ. നിങ്ങൾക്ക് രണ്ടാക്കും പന്നെ, ഞങ്ങൾ രണ്ടാക്കത്തു. ആഹാ ഇനി ഇതിന് വേണമെങ്കിൽ ഒരു ഭംഗിക്കാണെങ്കിൽ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് ഒന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാല് അല്ലേ ലക്ഷ്മി? അതിന്റെ പേര് ഭംഗി നല്ല നല്ല തിന്നുണ്ട് തേങ്ങ കെട്ട് ഭംഗിക്കിടല. കഴിച്ചു നോക്കട്ടെ. നീ സ്പൂണ് കൊണ്ടാ കൊണ്ടാ ഇതെത്ര കാലായിന്നറിയോ ഇതൊക്കെ കിട്ടിയിട്ട്? അതൊന്ന് പറയണ്ടേ? പറഞ്ഞാ ഈ ഉണ്ടായി തരുമോ? കറിവേപ്പിന്റെ ഞാൻ ഇച്ചിരി പഞ്ചസാര തേങ്ങ ഇട്ടുന്നതാക്കിയിട്ട് തൈലിടുക. നല്ല ഐഡിയ. സ്വന്തം നിൽക്കുമ്പോ ഉണ്ടാക്കിക്കോളൂ. ഞാനല്ല മൈൻഡ് ചെയ്യാണ്ടിരിക്കണ. അച്ചാറല്ലോ ബാസേ, കാഞ്ചൂടുക. കൊണ്ടാ പ്രശ്നം. ഞാനൊന്ന് തിന്നോക്കട്ടെ. തിന്നല്ല. കറുത്ത പൊടി ഉള്ളതിനെ മാറ്റിക്കാനേ മതി. സീനില്ല, അതൊന്നും ഒരു സാധനം ഇട്ടാളാണല്ലോ ഡെയിലി. എന്താ വേണ്ടേ? നൊസ്റ്റാൾജിയ. കേക്ക് കോയിനെ മുടി ചൂട്. പക്ഷെ എന്നാലും വേറെ സാധനം. കോഴിക്കൂടെ അടിച്ചോണം, കോയക്കളാക്കിയാളോ. അടിപൊളി. അത് ശുദ്ധം കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്. ഇത് അടിപൊളിയാ, അശുദ്ധ അടിപൊളി. ചൂട് കുറച്ചൊക്കെ പറ്റും. എനിക്കാ സീന ചൂട്. എന്റെ ഇത് ഏതാ? 2-3 എടുത്തു. 2-3 എടുത്തു. സ്കെയില് വേണോ? അതി അതാണ് ഈ അങ്ങനെ ഫീലിംഗ് കിട്ടണം അല്ലേ? എനിക്ക് വേണ്ട. കഴിച്ചോ. ഇങ്ങനെ വാങ്ങാന് തന്നില്ല. ഇനി വന്നീര അതിന്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. വേണ്ട ഇനി വാങ്ങാൻ വന്നീരോ? ഞാൻ വിചാരിച്ച 2 ആൾ വാങ്ങാൻ വന്നത്. ഇങ്ങനെ വേണ്ട പറഞ്ഞേ. എടോന്നാ വിളിക്കുന്നത്. പിന്നെ ഇതല്ലേ ചോദിക്കണ്ട്, ഏതെന്താ മാല തൂക്കിട്ട് ഷെഫി നമുക്ക് മാല പറ്റൂലട്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സത്യത പറയാനേ ഇത് മൈക്കാണ് പീസ്. അപ്പൊ അങ്ങനെ അയക്കലല്ലേ അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അത് പറ്റിയത്. ഇതൊക്കെ ഓരോ കാര്യങ്ങളാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഏതായാലും മുമ്പാസ് ചൂടൻ വേണ്ട. ഓക്കെ, അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ എന്റെ പേര് എല്ലാരെയും മഴക്കാലത്തൊക്കെ നേന്ത്രപ്പായ കൊണ്ട് ചുട്ട് തിന്നോക്കെ അടിപൊളിയാണ്. അപ്പൊ ഏതായാലും ഓക്കെ, അപ്പൊ ഏതായാലും ചായ കുടിക്കട്ടെ. ബൈ ബൈ ടാറ്റാ.